ഹേ കളികളെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ധ്യാൻ ദീപ്സ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിയിരിക്കുന്നത് ചിയാൻ വിക്രം നായകനായെത്തിയ വീരധീരസൂരൻ പാർട്ട് 2 എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. അധികം വലിച്ചിട്ടുള്ളതൊന്നുമില്ലാതെ നേരെ റിവ്യൂലോട്ട് കിടക്കാം. ഒട്ടും എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നില്ല ഈ സിനിമയെ പറ്റിയിട്ട്. കാരണം നമ്മുടെ മലയാളത്തിലെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ടുള്ള എമ്പുരാൻ്റെ ഒപ്പമാണ് ഈ സിനിമ ക്ലാഷ് വെച്ചിട്ടുണ്ടായിരുന്നത്. കാണാൻ പോകണം എന്ന് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. കാരണം എൻ്റെ ടീസറും ട്രെയിലറും ഒക്കെ അത്യാവശ്യം പ്രോമിസിങ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സുരാജേട്ടൻ്റെ ഒരു ഡെബ്യൂ തമിഴ് ഫിലിം ആയതുകൊണ്ടും പിന്നെ എൻ്റെ ഫേവറേറ്റ് ആക്ടേഴ്സായിട്ടുള്ള ചിയാൻ വിക്രമും എസ് ജെ സൂര്യയൊക്കെ ഉള്ള കാരണം കാണാൻ പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഈ പടത്തിന് പോസിറ്റീവ് വന്നു തുടങ്ങിയപ്പോഴാണ് നമ്മുടെ അവിടുത്തെ തിയേറ്റേഴ്സിൽ 1-2 ഷോകൾ ഇട്ട് തുടങ്ങിയത്. അങ്ങനെ ഇട്ട ഒരു സാഹചര്യത്തിലാണ് ഈ സിനിമ കാണാനിടയത്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതൊരു സെക്കൻഡ് പാർട്ട് മൂവിയാണ്. നമ്മുടെ മലയാളത്തിൽ ഒറ്റ് എന്ന് പറയുന്ന കുഞ്ചാക്കോബനും അരവിന്ദ് സ്വാമിയൊക്കെ നായകന്മാരെത്തിയ ഒരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമ പോലെ തന്നെ ഇതിന് സെക്കൻഡ് പാർട്ടാണ് ആദ്യം ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് പാർട്ട് കാണാനുള്ള യാതൊരു തരത്തിലുള്ള ലീഡോ കാര്യങ്ങളോ, അതായത് നമ്മൾ ഈ സെക്കൻഡ് പാർട്ടിൻ്റെ ഇടയിൽ ഫസ്റ്റ് പാർട്ട് 1-2 ചോദ്യങ്ങൾ ബാക്കി വയ്ക്കുന്നുണ്ട് സിനിമയുടെ ഇടയിൽ തന്നെ. നമുക്കിപ്പോൾ ആ സിനിമയിൽ തന്നെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനൊക്കെ പോലെ തന്നെ ഫസ്റ്റ് പാർട്ടിക്ക് ലീഡായിട്ട് എന്തായാലും ഇത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിക്ക് ലീഡെന്നോണം ഇടായിരുന്നു. എന്താണ് അവർ അറിയില്ല, ഉദ്ദേശം എന്താണെന്ന് അറിയില്ല. സോ ഇപ്പോൾ അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ സിനിമയുടെ ഇൻ്റർവെൽ വളരെ മോശമായിരുന്നു. ഇൻ്റർവെൽ ബ്ലോക്ക് അത് ഒട്ടും അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. ഇത് ഇൻ്റർവെല്ലായിരുന്നു എന്ന് വരെ പല സമയത്ത് ചിന്തിച്ചു പോയി. ഇത്രയ്ക്കാണ് ഈ സിനിമയിൽ എനിക്ക് നെഗറ്റീവായിട്ട് പറയാനുള്ളത്. തുടക്കം തന്നെ നമ്മൾ നെഗറ്റീവ് പറഞ്ഞാണ് തുടങ്ങിയത്. അപ്പോൾ ഒരു ഫ്ലോയിൽ നെഗറ്റീവുകളൊക്കെ അങ്ങനെ തന്നെ തീർക്കട്ടെ എന്ന് വെച്ചു. ഇത്രയാണ് നെഗറ്റീവ് പറയാനുള്ളത്. പിന്നെ പറ്റിയ പടത്തിനെ പറ്റിയ ഒരു സിമ്പിൾ പ്ലോട്ടിൽ ഒറ്റ രാത്രി, അതായത് നമ്മുടെ മാക്സ് കൈദിയൊക്കെ പോലെ തന്നെ ഒറ്റ രാത്രി കൊണ്ട് നടക്കുന്നൊരു സ്റ്റോറിയാണ്. അതിൻ്റെ ഇടയിൽ ഈ മാക്സും കൈദി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഫ്ലാഷ് ബാക്ക് സീൻസ് അധികം വരുന്നില്ല. ഫ്ലാഷ് ബാക്ക് സീൻസിൽ കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കൈദിയിലായാലും നമ്മുടെ ഇതിൽ നേരെ മറിച്ച് നമ്മുടെ ബോലയിൽ ക്ലൈമാക്സ് ഒക്കെ നമ്മൾ സെറ്റായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ പക്ഷേ അതുപോലെയല്ല. ക്ലൈമാക്സ് ആണ് അതിൻ്റെ ഒരു കോർ എന്ന് പറയുന്നത്. അത് മനസ്സിലായില്ലെങ്കിൽ നമുക്കൊരു തേങ്ങ മനസ്സിലാവില്ല. അതുപോലെ തന്നെ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ബാക്കി വയ്ക്കാം. അപ്പോൾ സെക്കൻഡ് പാർട്ടായ കാരണം നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ അതിൻ്റെ ഉത്തരം കിട്ടും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ സിനിമയിൽ മൊത്തം ഹൈ മൊമെൻറ്റിലാണ് പോകുന്നതെന്ന് ആരും വിചാരിച്ച് ഇതാക്കേണ്ട. ഫുൾ ആക്ഷൻ ഇതൊന്നുമല്ല. കുറച്ച് കാലത്തെ ആക്ഷനൊക്കെ ഗംഭീരമാണ്. പക്ഷേ ചില സമയത്ത് സിനിമയുടെ ഒരു ഹൈ ഉണ്ട്, അതൊരു പോക്കാണ്. ഇങ്ങനെ ഒരു പോക്കാണ് ആ പടത്തിൻ്റെ പോക്ക്. അജാതി പോക്കാണ് പടത്തിൻ്റെ. ചില സമയത്ത് ഈ സിനിമ ഭയങ്കരമായിട്ട് ഡൗൺ ആവുകയും ചെയ്യും. ഫാമിലിയുടെ ഇതൊക്കെ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതിൽ അത് ആ സിനിമയ്ക്ക് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇതിൽ ഒരു ചില സമയങ്ങളിൽ ഡൗൺ വരും. പിന്നെ ഈ സിനിമയുടെ അടുത്ത് വരുന്നത് ചില സമയത്ത് സിംഗിൾ ഷോട്ട്സ് വരും. എൻ്റെ മോനെ ഒരു സുരാജൊക്കെ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു 18 മിനിറ്റ് 15 മിനിറ്റോളം സിംഗിൾ ഷോട്ട്. അതൊരു ഇതാണ്. സാധാരണ ഒരു സിംഗിൾ ഷോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതായിട്ടുള്ളതാണ്. പക്ഷേ ഇത് ഫുള്ള് വെടിവെപ്പ് പുകയും ഇങ്ങനത്തെ സാധനങ്ങളാണ്. അതൊക്കെ എങ്ങനെ അവർ സിംഗിൾ ഷോട്ടിൽ എടുത്തു? ഇത്ര ആക്ടേഴ്സിൻ്റെ ഇതും. സിംഗിൾ ഷോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നാടൊക്കെ റിഹേഴ്സൽ എന്ന് പറയുന്നത് റിഹേഴ്സൽ ചെയ്തെടുക്കുക. അപ്പോൾ അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ആ സിനിമ. അതിനുള്ളത് കാണാനുണ്ട് സിനിമ. അങ്ങനെ ഒരു ഇതിൽ വരുമ്പോൾ പിന്നെ ഈ സിനിമയുടെ ഈ ഡ്യൂറേഷനാണ്. കുറച്ചൊക്കെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയായിരുന്നു. കുറച്ചൊക്കെ അൺവാണ്ടഡ് സീൻസ് കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ ഒരു ബട്ടർഫ്ലൈ എഫക്റ്റിൽ ഈ സിനിമ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ ആ സിനിമ കണ്ടുപോകുന്നു. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, നമ്മളെ സ്ക്രിപ്റ്റിൽ കുറച്ച് ലൂപ്പ് ഹോൾസ് വരുന്ന സമയത്ത് നമുക്ക് ഈ സിനിമ സെക്കൻഡ് പാർട്ട് സിനിമയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ സ്ക്രിപ്റ്റിൽ കുറച്ച് ലൂപ്പ് ഹോൾസ് ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, ഞാനൊരു സിനിമ സ്ക്രിപ്റ്റ് ചെയ്ത് ആ സിനിമയിൽ കുറച്ച് ലൂപ്പ് ഹോൾസ് ഉണ്ട്. അപ്പോൾ ആ ലൂപ്പ് ഹോൾസ് നിർത്താനായിട്ട് ഞാൻ ഈ സിനിമ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വരുമ്പോൾ ഇതിനുള്ള ഉത്തരങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇറക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഓഡിയൻസിൻ്റെ വായടപ്പിക്കാവുന്നതാണ്. സോ അങ്ങനെ ഒരു ഇതായിട്ട് എനിക്ക് ചില സ്ഥലങ്ങളിൽ തോന്നി. കാരണം അതിപ്പോൾ ശരിക്കും അവർ സെക്കൻഡ് പാർട്ടിൽ ഫസ്റ്റ് പാർട്ട് ഇറക്കുകയാണെങ്കിൽ ഇതിനുള്ള ഉത്തരങ്ങളൊക്കെ അവർ തരേണ്ടി വരും. പിന്നെ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വിക്രമിൻ്റെ പഴയ സിനിമയിൽ ഒരു പാട്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ അടുത്ത് ഒരു സിനിമയിലും പിന്നെ കുറച്ച് നാൾ മുന്നുള്ളൊരു സിനിമയിലും അത് ആ സമയത്തൊക്കെ ഈ പാട്ട് ഏതൊക്കെ ഇതിലിടുന്നോ അത് അത്രയ്ക്ക് ആപ്റ്റാവും. പല വലിയ സ്റ്റാർസും പാടി ഇതാക്കിയിട്ടുള്ള ഒരു പാട്ടാണ് അത്. ഈ സിനിമയിലെ തന്നെ ഒരു വലിയ ഹൈ മൊമെൻറ്റ്സിലൊന്നായിരുന്നു. ഒരു 3-4 ഹൈ മൊമെൻറ്റ്സ് ഉണ്ട്. അത് നമ്മളെ ശരിക്ക് ഗൂസ് ബമ്പ് പഠിപ്പിക്കും. ഇപ്പോൾ മാർച്ച് 27 ഇറങ്ങിയ എമ്പുരാനാണോ അതോ വീരധീരസൂരനാണോ പെട്ടെന്ന് ചോദിക്കണമെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം ആസ് എ സിനിമ ലവർ എമ്പുരാനേനും എനിക്കിഷ്ടപ്പെട്ടത് വീരധീരസൂരനാണ്. അത് എന്താണെന്ന് ഒക്കെ പറയുകയാണെങ്കിൽ ഈ വീഡിയോ ഇനി നീണ്ടുപോകും. സോ വീഡിയോ എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സെറ്റപ്പൊക്കെ ഒന്നും കൂടി മാറ്റേണ്ടിയിരിക്കുന്നു. വെക്കേഷനാണ്. നമുക്ക് ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോകളൊക്കെ ഇടാം. വേറെയും കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട്. സോ സ്റ്റേ ട്യൂൺ. ബൈ ഗൈസ്.